60 വർഷം മുമ്പ് ഇസ്രായേലിന് വൻ നഷ്ടം സംഭവിച്ച മണ്ണാണ് സിറിയ. യുദ്ധനഷ്ടമല്ല, ഇസ്രായേലിന് തങ്ങളുടെ ചാരന്മാരിലെ വീരപുരുഷനെയും മൊസാദിന് അതിന്റെ ഏറ്റവും ഐതിഹാസികനായ ഫീൽഡ് ഏജന്റിനെയും അന്ന് നഷ്ടമായി. 1965 ദമാസ്കസിൽ പരസ്യമായി തൂക്കിലേറ്റപ്പെട്ട ഈലി കോഹനെ ബാഹ്യ സമൂഹം ഈലി കോഹൻ എന്ന് വിളിച്ച സൂപ്പർ ചാരനെ, ലോകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിനെ കനത്ത ആഘാതമേൽപ്പിച്ച ദുരന്തത്തിലെ നായകൻ. 60 വർഷത്തിനു ശേഷം കോഹനെ മ്യൂസിയം നിർമ്മിച്ച് ഇസ്രായേൽ ആദരിച്ചു. ഇന്നും കോഹനെ ആവേശത്തിന്റെ ഉറവിടമായി ഇസ്രായേൽ കാണുന്നു. പക്ഷേ സിറിയൻ അധികൃതർ എവിടെയൊക്കെയോ മാറി മാറി സംസ്കരിച്ച് ഇനിയും ഇസ്രായേലിനോ കുടുംബത്തിനോ വിട്ടുകിട്ടാത്ത ഭൗതിക അവശിഷ്ടമായി സിറിയൻ മണ്ണിൽ പൊടിയായി ശയിക്കുകയാണ് ഈലി കോഹൻ. സിറിയയിലെ ഇപ്പോഴത്തെ വിജയം ഇസ്രായേലിന് ഇതടക്കം പല കണക്കുകളുടെ തീർപ്പാകാം. കോഹൻ അജ്ഞാതമായി അടിഞ്ഞു ചേർന്ന നാടിന്റെ മണ്ണിൽ ഒരു ഭാഗം തന്നെ ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. കോഹനോട് വ്യക്തിബന്ധവും സൗഹൃദവും ഉണ്ടായിരുന്നിട്ട് പോലും കോഹൻ യഹൂദ വംശജനായ ഇസ്രായേലി ചാരൻ എന്ന ഞെട്ടിച്ച കണ്ടെത്തലിന്റെ അന്ത്യത്തിൽ മരണ വാറന്റിൽ ഒപ്പുവെക്കുകയെ സിറിയൻ പ്രസിഡന്റ് അമിൻ അൽ ഹഫീസിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. കോഹന്റെ ജീവൻ രക്ഷിക്കാൻ അന്ന് നിരവധി ലോക നേതാക്കൾ സിറിയയോട് അഭ്യർത്ഥിച്ചു. പോൾ ആറാമൻ മാർപ്പാപ്പയും നിരവധി രാജ്യങ്ങളിലെ ഭരണതലവന്മാരും പാർലമെന്റേറിയന്മാരും മനുഷ്യാവകാശ സംഘടനകളും ഉൾപ്പെടെ ഫ്രാൻസും കാനഡയും ബെൽജിയവും ഔദ്യോഗികമായി തന്നെ കോഹാന്റെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ടു. ഇസ്രയേലിന്റെ അന്നത്തെ വിദേശകാര്യമന്ത്രി ഗോൾഡോ മേയർ സോവിയറ്റ് യൂണിയനോട് വരെ അഭ്യർത്ഥിച്ചു. പക്ഷേ സിറിയൻ അധികൃതർ വഴങ്ങിയില്ല. കോഹാനോട് അടുപ്പമുണ്ടായിരുന്ന 17 സൈനിക ഉദ്യോഗസ്ഥർ കൂടി ഈ കേസിൽ തൂക്കിലേറ്റപ്പെട്ടു എന്നതിൽ നിന്നും വ്യക്തമാണ് കോഹാന്റെ ചാരപ്പണിയുടെ വലയം എത്ര വിപുലമായിരുന്നു എന്നും സിറിയയെ അത് എത്രമാത്രം പിടിച്ചു കുലുക്കിയെന്നും. മുസ്ലിം നാട്ടിൽ ജീവിക്കുന്ന യഹൂദരെ ഇസ്രയേലികൾ വിളിച്ചിരുന്ന പേരാണ് മിസ്രാഹികൾ. അങ്ങനെ ഒരു മിസ്രാഹി യഹൂദ കുടുംബത്തിലെ അംഗമായി ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജനിച്ചു വളർന്ന കോഹാൻ സൂയസ് കനാൽ പ്രതിസന്ധി കാലത്ത് പുറത്താക്കപ്പെട്ടിട്ടാണ് ഇസ്രായേലിൽ എത്തിയത്. പിന്നീട് സിറിയയിലേക്കുള്ള മൊസാദ് ചാരനായി നിയോഗിക്കപ്പെട്ടു. 1961 അർജന്റീനയിലേക്ക് പോയ സിറിയൻ കുടിയേറ്റക്കാരൻ എന്ന മട്ടിൽ ജീവിച്ച് സിറിയൻ രീതികൾ അഭ്യസിച്ച ശേഷം സിറിയയിൽ മടങ്ങിയെത്തിയ പ്രവാസി എന്ന മട്ടിൽ ദമാസ്കസിൽ താമസമാക്കി. 1963 പട്ടാള വിപ്ലവത്തിലൂടെ സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ബാത്ത് പാർട്ടി നേതാക്കളുമായി വരെ അടുത്ത ബന്ധം സ്ഥാപിച്ച കോഹാനെ സിറിയയുടെ ഉപപ്രതിരോധ മന്ത്രിയാക്കാൻ വിപ്ലവ നേതാവായിരുന്ന അമീൻ അൽ ഹഫീസ് പലവട്ടം പരിഗണിച്ചിരുന്നു എന്നറിയുമ്പോഴാണ് കോഹന്റെ സാമർത്ഥ്യം പിടികിട്ടുക. താൻ ഇനി സിറിയയിലേക്ക് ഇല്ലെന്ന് 1964 ഇസ്രായേലിൽ എത്തിയ വേളയിൽ കോഹാൻ പറഞ്ഞിട്ടും ഒരിക്കൽ കൂടി അധികൃതർ കോഹാനെ നിർബന്ധിച്ച് സിറിയയിലേക്ക് അയക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്തായാലും കോഹൻ അത് തിരിച്ചു വരാത്ത യാത്രയായി. ഇസ്രായേലിന് തീരാ നഷ്ടവും. പക്ഷേ കോഹാൻ നൽകിയ വിവരങ്ങൾ ഇസ്രായേലിനെ ചെറിയ വിധത്തിലൊന്നുമല്ല സഹായിച്ചത്. ഇസ്രായേലിന് വെള്ളം കിട്ടാത്ത വിധം ജോർദാൻ ജലം വഴി തിരിച്ചുവിടാൻ സിറിയ പമ്പ് ഹൗസ് നിർമ്മിച്ച കാര്യം ഇസ്രായേൽ അറിഞ്ഞതും സിറിയയെ ഞെട്ടിച്ചുകൊണ്ട് ആ പമ്പ് ഹൗസ് ഇസ്രായേൽ തകർത്തതും കോഹൻ നൽകിയ വിവരപ്രകാരമാണ്. 1967 ഷഡ്ദിന യുദ്ധത്തിൽ സിറിയയെ ഇസ്രായേൽ വട്ടം കറക്കി തോൽപ്പിച്ചത് 1965 പിടിക്കപ്പെടുന്നതിന് മുമ്പ് കോഹാൻ കൈമാറിയ കനപ്പെട്ട സൈനിക വിവരങ്ങളുടെ സഹായത്താലാണ്. കോഹാന് നഷ്ടപ്പെട്ട മണ്ണിൽ ഇസ്രായേൽ നേടുന്ന വിജയം കണക്കു തീർക്കൽ കൂടിയാണല്ലോ. പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഇസ്രായേൽ ഇപ്പോഴും കോഹാന്റെ ഭൗതികാവശിഷ്ടം സിറിയയിൽ എവിടെയെന്ന അന്വേഷണത്തിലാണെന്നു തന്നെ. ആരാധനാലയങ്ങളുടെ മേലുള്ള അവകാശവാദം സംബന്ധിച്ച
സുപ്രീം കോടതിയുടെ ഉത്തരവ് വളരെ പ്രസക്തം. രാജ്യത്തെ ആരാധനാലയങ്ങളുടെ തറമാന്തി പുരാതന ഉടമസ്ഥാവകാശം നിർണയിക്കാനുള്ള പ്രവണത അതിരു കടന്നത് തന്നെ. ഇങ്ങനെ കുഴിച്ചാൽ എവിടം വരെയാണ് രാജ്യമെത്തുക? ഇസ്ലാമിന്റെ പവിത്ര സ്ഥാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതുപോലെ പ്രസക്തമാണ് രാമഭക്തരുടെ പവിത്ര സ്ഥാനമായ അയോധ്യ സംരക്ഷിക്കപ്പെടണം എന്നതും. അത് ഒരേയൊരു പരമസ്ഥാനത്തെ കുറിച്ചുള്ള ആവശ്യം, അല്ലെങ്കിൽ ചുരുക്കം സുപ്രധാന പവിത്ര സ്ഥാനങ്ങളെ കുറിച്ചുള്ള അവകാശവാദം. അത്തരം സുപ്രധാന സ്ഥാനങ്ങൾ ഒഴികെ തോന്നുന്ന പുരാതന ആരാധനകളെ കുറിച്ചെല്ലാം ഓരോ വിഭാഗവും അവകാശം പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെ അത് പരിണമിക്കും? രാജ്യത്തെ നിരവധി മസ്ജിദുകളുടെയും മറ്റ് ആരാധനാലയങ്ങളുടെയും അടിയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗവും, ക്ഷേത്രങ്ങളുടെ മേൽ തങ്ങളുടെ ആരാധനാലയ അവകാശം ഉന്നയിച്ച് മറ്റു വിഭാഗങ്ങളും തർക്കവും സർവേ ആവശ്യവും ഉന്നയിക്കുന്നത് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ്. അത്തരം തർക്കങ്ങൾക്ക് വഴങ്ങി എല്ലാം സർവേ ചെയ്യാനും പൊളിക്കാനും തുടങ്ങിയാൽ എന്തൊക്കെയാണ് അഴിച്ചും പൊളിച്ചും കളയേണ്ടി വരിക? ഏറ്റവും പ്രധാനമായി അതുവഴി തകർക്കപ്പെടുക ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും തന്നെയാകും. അത്തരം ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ ജനങ്ങൾ സമാധാനത്തോടെ കഴിയും? കാലാഹരണപ്പെടില്ല എന്ന വാദത്തോടെ കാണുന്നിടത്തൊക്കെ വഖഫ് അവകാശം പറയുന്ന അതിക്രമം അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് വളരെ മുമ്പത്തെ ക്ഷേത്രാവകാശവും മസ്ജിദ് അവകാശവും മറ്റ് ആരാധനാലയ അവകാശവും പറഞ്ഞെത്തുന്നത്. എല്ലാത്തിനും അതിരു കൽപ്പിക്കാൻ നമുക്കൊരു വിച്ഛേദന വർഷമുണ്ട്, സ്വാതന്ത്ര്യലബ്ധിയുടെ വർഷം. അന്നാണ് നാം നൈയാമികമായി ഒരൊറ്റ പരമാധികാര ജനതയും ഒരേ പരമാധികാര രാഷ്ട്രവുമായി ലോകത്തോട് വിളംബരം ചെയ്ത് സ്വയം സ്ഥാപിച്ചത്. അന്നോ തൊട്ടു മുമ്പോ ഉള്ള നാളുകളിലെ അവകാശം പറയുന്നത് മനസ്സിലാക്കാം. എന്നാൽ തലമുറകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പത്തെ അവകാശ സങ്കല്പം അവകാശമായി സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ആരും എങ്ങും എവിടെയും എത്തുകയില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്ക് തലമുറകൾക്ക് മുമ്പ് ക്ഷേത്രങ്ങളോ മസ്ജിദുകളോ ഉണ്ടായിരുന്നാൽ തന്നെ അവ സ്ഥാപിച്ച തലമുറയും അവരുടെ എത്രയോ അനന്തര തലമുറകളും കടന്നുപോയി. അതിൽ പങ്കില്ലാത്ത ഇന്നുള്ളവർ കേവലം മാത്സര്യമോ വിദ്വേഷമോ നിമിത്തം തർക്കവും അവകാശവാദവും പറഞ്ഞിറങ്ങിയാൽ രാജ്യത്ത് കുത്തിപ്പൊളിക്കേണ്ടാത്ത ഒരിടവും കണ്ടെന്നു വരില്ല. ഒരിടത്തും സമാധാനം അവശേഷിച്ചെന്നും വരില്ല. ചരിത്രത്തിലെ എല്ലാ തെറ്റുകളും തിരുത്തി എല്ലാം തച്ചുടച്ചും പൊളിച്ചിളക്കിയും ശരി സ്ഥാപിക്കാം എന്നത് മൗഢ്യമാണ്. അങ്ങനെ ശരി സ്ഥാപിക്കാനുള്ള അപ്രമാദിത്വം ആർക്കാണുള്ളത്? സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് കാരണമായ പരാതി നൽകിയവരും പ്രത്യേകം ഓർമ്മിക്കണം. വഖഫ് അവകാശം എന്ന് പറഞ്ഞ് അവർ തുടങ്ങി വെച്ചിരിക്കുന്ന തർക്കങ്ങളും നാടിന്റെ സ്വച്ഛത നശിപ്പിക്കുന്ന മതാധികാരവാദം തന്നെയാണ്. തങ്ങളുടെ മതത്തിനു മാത്രം ഭൂമിയിൽ എവിടെയും ഏത് രാജ്യത്തും തനത് നിയമം അടിച്ചേൽപ്പിക്കാൻ അവകാശമുണ്ടെന്ന് ഭാവിക്കുന്നവരുമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആരെയും വെല്ലുവിളിക്കുന്ന ദൈവിക പട്ടാളത്തിന്റെ മട്ടിൽ ചരിക്കുന്നവരുമുണ്ട്. ആരുടെ സംസ്കാരവും തങ്ങൾക്ക് മുമ്പിൽ തല കുലിക്കണം എന്ന് ശഠിക്കുന്നവരുമുണ്ട്. വഴങ്ങിയില്ലെങ്കിൽ ഭീകരത കാട്ടി കീഴടക്കാൻ മുതിരുന്നവരുമുണ്ട്. ഇതൊക്കെ എന്നാളും എല്ലാവരും അംഗീകരിച്ചു തരുന്ന കാര്യമായി ആരും കരുതിക്കൂടല്ലോ. പോലീസും പട്ടാളവും മാറിയാൽ ആരെയും കൈകാര്യം ചെയ്ത് കാണിക്കാം എന്ന് പറയുന്നവർ പോലുമുള്ള തലമുറയിലാണ് നാം കഴിയുന്നതെന്ന് ഓർക്കണം. അതും അങ്ങനെയുള്ളവരെ നേരിടാൻ അതേ മട്ടിൽ ബദലിന് ഒരുങ്ങുന്നതും നിയമവാഴ്ചയുള്ള സമൂഹത്തിന് അംഗീകരിക്കാവുന്നതല്ല. ഇത്തരം പ്രവണതകളെല്ലാം പതിവില്ലാതെ വെളിപ്പെടുമ്പോൾ സുപ്രീം കോടതി അനുശാസിച്ച നിയന്ത്രണവും വിലക്കും മാത്രമാണല്ലോ പ്രതിവിധിയാകുക.